മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന കുറച്ച് ചെറുപ്പക്കാർ ഇന്ന് മലയാളം ഇൻഡസ്ട്രി തന്നെ കീഴടക്കി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് വാഴ 2 എന്ന് പറയുന്ന ഫിലിം റിലീസ് ചെയ്തിരിക്കുന്നത്. 7 ദിവസം പിന്നിടുമ്പോഴും 100 കോടി ക്ലബിൽ കയറ്റിയ ഒരു ഫിലിം തന്നെയാണ് വാഴ 2. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന സാവിനസും തിരക്കഥ എഴുതിയിരിക്കുന്നത് വിപിൻ ദാസുമാണ്. വേറെ ഒന്നും പറയാനില്ല, പിള്ളേർ തൂക്കി എന്ന് പറയുന്നതിൽ സത്യം തന്നെയാണ്. എ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. ക്യാപ്ഷന് പറ്റിയ ഒരു സിനിമ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. വാഴ 1-ൽ നമ്മൾ കാണുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ വാഴ 2-ൽ നമ്മൾ കാണുന്നത് സിബ്ലിങ്സിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഈ സിനിമ കാണുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ സിനിമ കണ്ടിരിക്കണം. പേരൻസിനോട് ഏറ്റവും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് അഡ്വൈസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് പാടാ അല്ലേ? പക്ഷേ ഈ സിനിമ എന്ന് കുട്ടികളെ കാണിച്ചു നോക്കുക, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഗ്രാസ്പ് ചെയ്യാനും ആ കുട്ടികൾക്ക് പറ്റും. പിന്നെയുള്ളൊരു കാര്യം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ സിനിമ കാണാൻ പറ്റും. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, അത് ഈവൻ സിബ്ലിങ്സ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏത് റിലേഷൻ ആണെങ്കിൽ പോലും നമുക്കിത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും ഈ വഴിയിൽ കൂടി തന്നെയാണ് പോകുന്നത്. അതാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലൊരു ഡയലോഗുണ്ട്, ഞാനല്ലാതെ പിന്നെ ആര്. ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷനുള്ള കുറച്ച് ആൾക്കാർക്കാണ്. സിബ്ലിങ്സ് ഉള്ളവർക്കും എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഈ ടാഗിലെ നീ ഓർത്ത് വെച്ചോ, ഞാനല്ലാതെ പിന്നെ ആര്. ശരിയാണ്, ആ പോർഷൻ വന്നപ്പോൾ എൻ്റെ പോലും കണ്ണ് നിറഞ്ഞുപോയി. ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതൊരു വേദനയായി തന്നെ മാറി. ആദ്യത്തെ പോർഷൻ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നെങ്കിൽ സെക്കൻഡ് പോർഷൻ നമുക്ക് ഭയങ്കര സങ്കടമാണ് തന്നിരിക്കുന്നത്. അതിലൊരു ഭാഗമുണ്ട്, പണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കേട്ട ഒരു സീൻ, അത് ഇന്ന് സിനിമയിൽ വന്നപ്പോൾ അത് നമ്മളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചു. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണോ ആ സീൻ ഏതാന്ന്? ബിച്ചുക്കുട്ടൻ അഭിനയിച്ച ഒരു ഭാഗം, അത് ഏറ്റവും കൂടുതൽ നമ്മളെ കരയിപ്പിച്ചു. പണ്ട് ചിരിപ്പിക്കുകയാണ് ചെയ്തെങ്കിൽ ഇന്ന് ആ സീൻ നമ്മളെ കരയിപ്പിക്കുക ചെയ്തേ. റീൽസിൽ നിന്ന് മാത്രം വന്ന് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിയവരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ഏത് നിലയിൽ വരെ എത്താൻ ചാൻസ് ഉണ്ട്. കണ്ണൻ ക്രിയേഷൻ ഇന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ തന്നെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ്. സക്സസിൽ എത്തത്തില്ല എന്ന് മാത്രം വിചാരിക്കുന്ന നമ്മൾ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, ഈ 4 പേർ എത്തിയെങ്കിൽ നമ്മളും ഒരു ദിവസം എത്തും. അപ്പോൾ ആ ഡേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഞാൻ ആ സിനിമയിൽ കുറച്ചു മുമ്പ് പറഞ്ഞ ആ രീതി തന്നെ, ഞാനല്ലാതെ പിന്നെ ആര്.